ചെറുവണ്ണൂരിൽ കാർ കത്തി ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിലായിരുന്നു സംഭവം. കക്കറമുക്കിലെ പൂവത്തും ചാലിൽ റിജിൻ ലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. പൊള്ളലേറ്റ ഭർത്താവ് റിജിൻ ലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബേൺ ICUവിൽ ചികിത്സയിലാണ്. കാറിന്റെ ഉൾവശം മാത്രം കത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്നും സോനയുടെ ബന്ധുക്കൾ ആരോപിച്ചതോടെ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത്. മകൾക്ക് ഭർതൃവീട്ടിൽ ദുരവസ്ഥ നേരിട്ടതായും പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നുവെന്നും സോനയുടെ അമ്മ വസന്തയും പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പോലീസിൽ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതായി പോലീസും സ്ഥിരീകരിച്ചു. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനാ ഫലവും യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭ്യമായാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും പോലീസ് പറഞ്ഞു. കാർ കത്താൻ കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ധന ടാങ്കിനും കാറിന്റെ വയറിങ്ങിനും തകരാറില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതെല്ലാമാണ് കുടുംബത്തിന് സംശയം വർദ്ധിക്കാൻ കാരണം. സോനയുടെയും റിജിൻ ലാലിന്റെയും വിവാഹത്തിന് റിജിന്റെ കുടുംബത്തിന് താൽപ്പര്യമില്ലായിരുന്നു. 3 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. അതും രജിസ്റ്റർ വിവാഹം. ഇരുവരും പ്രണയിക്കുമ്പോൾ തന്നെ റിജിൻ ഗൾഫിലേക്ക് ജോലി തേടി പോയിരുന്നു. ഇതിനിടെ മറ്റൊരു യുവതിയുമായി റിജിന്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞതോടെ സോന ആത്മഹത്യാശ്രമം നടത്തി. അന്ന് സോനയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് റെയിൽവേ പോലീസാണ്. തുടർന്ന് റിജിനെതിരെ സോന പരാതി നൽകി. ഇത് കേസായതോടെ ഗൾഫിലേക്കുള്ള റിജിന്റെ തിരിച്ചുപോക്ക് അനിശ്ചിതത്വത്തിലായി മാറി. ഇതോടെ റിജിൻ വീണ്ടും സോനയുമായി അടുപ്പത്തിലാവുകയും കേസ് പിൻവലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. കേസ് പിൻവലിച്ചതോടെ ഇരുവരും കുടുംബങ്ങൾ അറിയാതെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. സോനയും റിജിൻ ലാലും 2023 വിവാഹിതരായത്. അമ്മയും അനിയനും അടങ്ങുന്നതാണ് സോനയുടെ കുടുംബം. അച്ഛൻ മരിച്ചതോടെ സോനയെയും അനിയനെയും കഷ്ടപ്പെട്ട് വളർത്തിയത് അമ്മ വസന്തമാണ്. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതോടെ വീട്ടുകാരുമായുള്ള ബന്ധം റിജിന്റെ കുടുംബം വിലക്കിയിരുന്നു. പല ദിവസങ്ങളിലും റിജിന്റെ വീട്ടിൽ മകൾ പട്ടിണിയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഗർഭിണി ആയതോടെയാണ് സ്വന്തം വീട്ടുകാരുമായി സോന വീണ്ടും അടുത്തത്. റിജിന്റെ വീട്ടിൽ പല ബുദ്ധിമുട്ടുകളും മകൾ അനുഭവിച്ചിരുന്നുവെന്ന് സോനയുടെ കുടുംബം പറയുന്നു. സോനയെ വിവാഹം കഴിക്കുന്നതിന് റിജിന്റെ കുടുംബത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. പലതവണ കുടുംബത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവഗണനകളും സോന ബന്ധുവായ പെൺകുട്ടിയെ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും അമ്മാവൻ സത്യൻ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കാറിലെ തീപിടുത്തം ആസൂത്രിതമായി സോനയെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് കുടുംബം ആരോപിക്കുന്നത്. കാറിന്റെ പിൻസീറ്റിലാണ് സോനയുടെ മൃതദേഹമുണ്ടായിരുന്നത്. തീപിടുത്തമുണ്ടായത് കാറിന്റെ പിറകിൽ നിന്നാണെന്ന ഫോറൻസിക് കണ്ടെത്തലും കുടുംബത്തിന്റെ സംശയങ്ങൾ ഇരട്ടിയാക്കുന്നു. വൻ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ കാറിനടുത്തേക്ക് എത്തിയത്. അപ്പോൾ കാറിന് പുറത്ത് സമീപമുള്ള തോട്ടിലായിരുന്നു റിജിൻ ഉണ്ടായിരുന്നത്. തീ പൂർണ്ണമായും അണച്ച ശേഷമാണ് കാറിനകത്ത് സോനയുള്ള കാര്യം നാട്ടുകാരെ റിജിൻ അറിയിക്കുന്നത്. ഇതെല്ലാം സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്.